പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു സംരക്ഷണ വചനം ഇതാണ്. ജീവിതത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകുന്ന വഴികളിൽ, നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, സംരക്ഷണമേകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക വചനം. സങ്കീർത്തന പുസ്തകം 97-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അഗ്നി എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വഴികളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മുൻപേ നീങ്ങും. നമ്മുടെ ശത്രുക്കളെ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ, അസ്വസ്ഥതകളെ എല്ലാം പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും. വളരെ ശക്തമായൊരു വചനം. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഏതിനെക്കുറിച്ചെങ്കിലും ആകുലതകളോ ഉത്കണ്ഠകളോ ഭയമോ മനസ്സിലുണ്ടെങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. നിനക്ക് മുൻപേ പരിശുദ്ധാത്മാവ് നീങ്ങിക്കൊള്ളും, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും അവിടുന്ന് ഒരുക്കിക്കൊള്ളും, അഗ്നിയാൽ വിശുദ്ധീകരിച്ചു കൊള്ളും. ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ വലിയൊരു ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നടത്തും. സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകളിൽ തടസ്സമായിട്ട് നിൽക്കുന്ന തിന്മയുടെ വൈരികളെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നേ. ഒരു ശത്രുവും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു ശത്രുവും നമ്മളെ കീഴ്പ്പെടുത്തുവാനായി ദൈവം അനുവദിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ദൈവമേ, അഗ്നിയായി പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളെ നീ ഒരുക്കണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എന്നിൻ്റെ എല്ലാ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിത വഴികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വെട്ടിയൊരുക്കുന്ന അഭിഷേകത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തെ എല്ലാം പ്രത്യാശയിലേക്കും പുതുജീവിതത്തിലേക്ക് നയിക്കട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യാശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു കൃപ നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കാം. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും